ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റീമിക്സ് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നല്ല ടേസ്റ്റി മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ വെളിച്ചെണ്ണയിലും സാധാ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 വലിയ സവാള അരിഞ്ഞു കൊടുക്കാം. നിങ്ങൾ വലിയ സവാള അല്ലെങ്കിൽ 3 മതി, അല്ലെങ്കിൽ 4 ചേർത്ത് കൊടുക്കാം. ഇനി ആ സവാള ഒന്ന് വഴറ്റാൻ വേണ്ടി ആവശ്യമായി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി നമുക്ക് ഈ സവാള ഒന്ന് ഒരു ബ്രൗൺ കളറാക്കി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഒത്തിരി ബ്രൗൺ ആകണ്ട, ആ സവാള ഒന്ന് വഴണ്ടിരുന്ന പരുവം നമുക്കറിയാലോ, ആ ഒരു പരുവം. ഇപ്പം നമ്മുടെ സവാള എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചത് 1 ടേബിൾ സ്പൂണാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കയും കൂടെ ചേർത്ത് തക്കാളിക്ക ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമല്ലോ, ആ ഒരു പരുവം ആകുന്നതിന് വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മസാലയെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പോകണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല കുറുകിയിരിക്കുന്ന ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് വെള്ളം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്കെല്ലാം ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കറി ഒന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കറി ഒന്ന് ഇച്ചിരി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇപ്പം നമ്മുടെ കറിയെല്ലാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കുറുകി വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ അടച്ച് വെച്ച് തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന അളവിൻ്റെ എല്ലാം ഒന്നുകൂടെ കൂട്ടിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി മുട്ടക്കറിയാണ്. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം കറിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.